friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റ് ആണ് ബസ്ബൂസ. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 2 മുട്ട അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറുള്ള മുട്ടയായിരിക്കണം. ഒരു നുള്ള് ഉപ്പ്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കട്ട തൈര് വേണം, 1/3 കപ്പ്. ഇത് വെള്ളമൊന്നും ഇല്ലാതെ അരിച്ചെടുത്തതാണ്, അതിലേക്ക് ചേർക്കാം. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊരു പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ കൊപ്ര മിക്സിയിലിട്ട് അടിച്ചെടുത്തത് അത് മിക്സ് ചെയ്യാം. അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ. 1 കപ്പ് റവ, ഇത് 250 ml ആണ്, അതും കൂടെ ചേർക്കാം. ഇത് വറുത്ത റവയാണ്, വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിനായിട്ട് ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ പറ്റി കൊടുക്കുക. ഓയിലോ ബട്ടറോ തേച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഒഴിക്കാം. ഇനി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേണ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ബദാം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ ശേഷമാണ് അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ബദാമും കൂടെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചീനച്ചട്ടിയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചൂടാക്കിയതാണ്. ഇതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് അടച്ചതിന് ശേഷം ഇതൊരു 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. 1 മിനിറ്റിന് ശേഷം ഇതൊരു ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഈ ലോ ഹീറ്റിൽ വെച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് നേരം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ബദാമൊക്കെ ഇട്ട് താന്നു പോയിട്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അതായത് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കണേണ്. നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്യാം. എന്നിട്ടാണ് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത്. എന്നാൽ മാത്രമേ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. ഇത് ചെറിയ തീയിലാണ് അലിയിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങ അത് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം ഞാൻ ഇത് അതിലേത്തോട്ട് തന്നെ ഇടുക കേട്ടോ. 1/4 ടീസ്പൂൺ റോസ് വാട്ടർ. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒരു സിറപ്പ് രൂപത്തിലാകണം.
ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഞാനൊരു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികം ഉണ്ടെങ്കിൽ 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഈ സിറപ്പ് ഒറ്റനൂൽ പരുവൊന്നും ആകുമൊന്നും വേണ്ട, ഒന്ന് തിക്കായാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിട്ടിരിക്കുന്ന ആ ചെറുനാരങ്ങയുടെ പീസ് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇത് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. സിറപ്പ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഒഴിക്കുക. കേക്കിനും ചൂടുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ശരിക്കും അതിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒഴിച്ചേക്കുന്നത് സിറപ്പ് മൊത്തമായിട്ട് ഇതിലേക്ക് പിടിക്കും. ഇതിപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചേക്കുന്ന സിറപ്പെല്ലാം ഇതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ആദ്യത്തെ പീസ് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇതെല്ലാം കൂടെ തിങ്ങിയിരിക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് സിറപ്പ് ഒഴിച്ചു കൊടുക്കണേന്ന്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സിറപ്പ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇങ്ങനെയും കൂടെ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മധുരമായിരിക്കും കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.